ഗൗതം, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത്രയും നാളത്തെ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ അനുഭാവിയായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് വർഷക്കാലം മന്ത്രിയായിരുന്ന G. സുധാകരന്റെ കന്നി പ്രസംഗം UDF തലത്തിലിരുന്നുകൊണ്ടുള്ള കന്നി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. VD സതീശൻ ബജറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഷേക്സ്പിയറെയും കാളിദാസനെയൊക്കെ പഠിച്ച അല്ലെങ്കിൽ വായിച്ച ഒരാൾക്ക് മാത്രമേ ഇത്രയും അത്യുഗ്രനായിട്ടുള്ളൊരു ബജറ്റ് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. അതായത് വായനയുടെ അല്ലെങ്കിൽ ആ ഒരു സവിശേഷതകളെയൊക്കെ പറയാണ്, കാളിദാസന്റെ ചിന്തകളെയും കാര്യങ്ങളെയൊക്കെ അദ്ദേഹം പ്രകീർത്തിക്കുക കൂടിയാണ് ചെയ്യുന്നത്. G. സുധാകരൻ ഇത് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്, ഹിറ്റ്ലറിന്റെ അതേ പദ്ധതി തന്നെയാണ് RSS നടപ്പിലാക്കുന്നത്. ചെറുപ്പത്തിലെ അവരെ പിടിക്കൂ എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ നിലപാട്. NEP നടപ്പിലാക്കുന്നതിലൂടെ അതേ ഫാസിസ്റ്റ് നിലപാടാണ് RSS നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. NEP നയത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ആദ്യം മുതലേ PM ശ്രീക്ക് എതിരായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വായിച്ചു നോക്കുമ്പോൾ ഇതിലെ അപാകതകൾ എന്താണ്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൊരു മൂന്നാം കിട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുകയാണ് ബിനോയ് വിശ്വം. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കുറേയധികം പ്രസ്താവനകളും ആരോപണങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതൊന്നും കൂടി വായിക്കാം. ഹിറ്റ്ലറിന്റെ അതേ പദ്ധതി തന്നെയാണ് RSS നടപ്പിലാക്കുന്നത്. ചെറുപ്പത്തിലെ അവരെ പിടിക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ നിലപാട്. NEP നടപ്പിലാക്കുന്നതിലൂടെ അതേ ഫാസിസ്റ്റ് നിലപാടാണ് RSS നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വിവേകശാലികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എവിടെയാണ് ഇവിടെ ഹിറ്റ്ലറിന്റെ അതേ പദ്ധതി തന്നെയാണ് RSS നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? പല രീതിയിൽ ഇവർ തമ്മിലുള്ള ഐക്യമുണ്ട്. ഐക്യം എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ നാഷണലിസം. RSS മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു ദേശീയ ബോധം ഉണ്ടാക്കാൻ ഒരു കൾച്ചറൽ നാഷണലിസമാണ്. ഹിറ്റ്ലറും അത് തന്നെയാണ് ശ്രമിച്ചിരുന്നത്. ഒരു കൾച്ചറൽ നാഷണലിസം മുമ്പോട്ട് വയ്ക്കാനാണ് ശ്രമിച്ചിരുന്നത്. ഹിറ്റ്ലറിനൊരു നയം ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ഒരു യൂത്ത് പോളിസി ആയിരുന്നു ക്യാച്ച് ഫ്രം ദ യങ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിലെ കുട്ടികളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളിസി ഹിറ്റ്ലറിനുണ്ടായിരുന്നു. അപ്പം ഈ ദേശീയതയുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ RSS-ഉം ഈ നാസി ജർമ്മനിയും തമ്മിൽ തുല്യതയുണ്ട്. പക്ഷേ ഹിറ്റ്ലർ ചെയ്തതുപോലുള്ള ഒരു നരാധമ പ്രവർത്തനം, ഇപ്പോൾ ഹോളോകോസ്റ്റ് പോലുള്ള സംഗതികൾ, ഏതാണ്ട് 6 മില്യണോളം വരുന്ന ജൂതന്മാരെയാണ് കൊന്നുകളഞ്ഞത്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തൊന്നും ഇതുവരെ RSS ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഹിറ്റ്ലറിനെ പോലെയാണ് RSS എന്നൊക്കെ പറയുന്നത് ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചെറുപ്പത്തിലെ അവരെ പിടിക്കൂ എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ നിലപാട് എന്നുള്ളതാണ്. ശരിയാണ്, ചെറുപ്പത്തിലെ അവരെ പിടിക്കുക എന്നുള്ളത് ഹിറ്റ്ലറിന്റെ നിലപാടായിരുന്നു. പക്ഷെ അത് ഹിറ്റ്ലറിന് മാത്രം അവകാശപ്പെട്ടതാണോ? ഇവിടെ നമ്മുടെ നാട്ടിൽ, ഇവിടെ ഇന്ത്യയിൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് കുറേ അധികം മദ്രസകളുണ്ട്. 24,010 മദ്രസകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. എന്താണ് അവരുടെ ഉദ്ദേശം? ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് തന്നെയാണല്ലോ. മതം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ഫിമിന്റെ സിസ്റ്റമായിട്ടുള്ള ബാലസംഘം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ പദ്ധതി പോലത്തെ ചെറുപ്പത്തിലെ അവരെ പിടിക്കൂ എന്നാണ് ബാലസംഘം പറയുന്നത്. എന്തിന്? കമ്മിയാക്കി മാറ്റാൻ. ചെറുപ്പത്തിലെ പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തലയിൽ തിരികെ കയറ്റുക. അപ്പം ഇത് ഇവിടെയുള്ള മുഖ്യധാര മതങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇതേപോലുള്ള പൊളിറ്റിക്കൽ പാർട്ടി യൂത്ത് വിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് RSS-ന് മാത്രം അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ ഹിറ്റ്ലറിന് മാത്രം അവകാശപ്പെട്ടതാണോ? അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ബിനോയ് വിശ്വം പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വന്തം തന്ത ആരാണ് എന്ന് കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണോ ഇദ്ദേഹം പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ സന്ദീപ് വാര്യരുടെ ഒരു കോട്ട് പറയുന്നിടത്ത് ഏറ്റവും വലിയ സെൽഫ് ഗോൾ എന്ന് പറയുന്നത് എസ്കോബാറിൻ്റെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെൽഫ് ഗോളായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ അതിലും വലുതാണ് PM ശ്രീയിൽ ഇടതുപക്ഷം എടുത്ത നിലപാട്. അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം എടുത്ത നിലപാട്. അവർ തന്നെയല്ലേ ഇതിന് ഒപ്പിട്ട് കൊടുത്തത്. അല്ലാതെ ആരും ശിവൻകുട്ടി പോയി ഒപ്പിട്ടതും അതിന് ശേഷമുള്ള കഥകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇവർ തന്നെ ഒപ്പിട്ടൊരു കാര്യത്തിനെ ഇപ്പോൾ സെൽഫ് ഗോളായിട്ട് അടിച്ച് ഇതിനെ എതിർക്കുന്നത്. ബിനോയ് വിശ്വം പറയുന്നത് പോലെ CPM-നെ രക്ഷിച്ചത് CPI ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരായി അന്നെന്ത് തെറ്റുപറ്റിപ്പോയി എന്ന്. ഈ ബിനോയ് വിശ്വത്തിന്റെ മക്കൾ എവിടെയോ പഠിക്കുന്നത് വിദേശത്താണ്. പിണറായി വിജയന്റെ മകൾ പഠിച്ചത് അമൃതയിലാണ്, ഒരു സ്വകാര്യ അതും മെർലിൻ കുഞ്ഞനന്ദൻ നായർ പോയി സീറ്റ് ഒപ്പിച്ചു കൊടുത്തു. അതെ,
അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ കിടന്നിട്ട് NEP-ക്കെതിരെയും PM ശ്രീക്കെതിരെ വർത്തമാനം പറയുന്നത് അത് ഒരു ഒട്ടും നമ്മൾ ശരിയല്ലാത്തൊരു നിലപാടാണ്. അത് വെറും 4ാം കിട തറയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ ബിനോയ് വിശ്വം പച്ചക്കള്ളവും അസംബന്ധവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത് RSSന് മാത്രമാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം NEP ആണല്ലോ വിഷയം. NEP-യിലെ ഈ പോളിസി ഊർജം കൊള്ളുന്നത്, അല്ലെങ്കിൽ ഈ പോളിസി നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഊർജം കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പോളിസി രൂപപ്പെടുത്തുന്നതെന്ന് NEP-യുടെ ഈ PDF-ലെ ആ തുടക്കത്തിലെ പേജിൽ തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച്, അതായത് ഇന്ത്യയുടെ പഴയ നോളജ്, ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വത്തിനോ SDPIക്കോ അല്ലെങ്കിൽ സമസ്തയ്ക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഒന്നും പിടിക്കാത്ത ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചെറുപ്പം മുതലേ എന്തിനാണ് മതം പഠിപ്പിക്കുന്നത്? ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലേക്ക്, ബിലീഫിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് വിശ്വാസങ്ങൾ, മറ്റ് ഐഡിയോളജി ഒന്നും അവൻ്റെ തലയെ കയറാൻ പാടില്ല. നമ്മുടെ ഈ വിശ്വാസം ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ NEP-യിൽ പഴയ ഭാരതത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപകടം ചെയ്യുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും ബിനോയ് വിശ്വത്തിനും SDPIക്കൊക്കെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സൈക്കോളജിസ്റ്റും ഫിലോസഫറൊക്കെ ആയിട്ടുള്ള കാൾ സാഗൻ പറഞ്ഞ ഒരു കോട്ട് ഞാൻ വായിക്കാം. ഈ കൾച്ചറൊന്നും പഠിപ്പിക്കരുതെന്നാണല്ലോ പറയുന്നത്. പ്രപഞ്ചം അനന്തമായ സൃഷ്ടി സംഹാര ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന ആശയത്തെ സ്വീകരിച്ച ലോകത്തിലെ മഹത്തായ മതങ്ങളിൽ ഹിന്ദുമതം മാത്രമാണ്. കാൾ സാഗനാണേ പറഞ്ഞത്. ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിന്ദുമതം മാത്രമാണ്. ആധുനിക പ്രപഞ്ചശാസ്ത്രം നിർദ്ദേശിക്കുന്ന അതിവിപുലമായ കാലമാനങ്ങളുമായി പൊരുത്തപ്പെടുന്ന കാലദർശനവും ഹിന്ദുമതത്തിനുണ്ട്. പറഞ്ഞിരിക്കുന്നത് കാൾ സാഗനാണ്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലുള്ള 3ാം കിട രാഷ്ട്രീയക്കാരാണ്, ഈ ബിനോയ് വിശ്വത്തെ പോലുള്ള 4ാം കിട രാഷ്ട്രീയക്കാരാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ യുവതലമുറയെ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക്, വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഉറപ്പായിട്ടും ഗൗതം പറഞ്ഞ പോലെ കാൾ സാഗനിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ വിവേകാനന്ദൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുള്ളതും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ ഭാരത സംസ്കാരം എന്താണെന്ന് പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ഉൾപ്പെടെ നടന്നത്. അപ്പം നമ്മളുടെ സംസ്കാരം പഠിപ്പിക്കാൻ പുറത്തേക്ക് പോയ ഒരുപാട് മഹത് വ്യക്തികൾ ഉള്ളിടത്ത് നമ്മുടെ സംസ്കാരം നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പോലും. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും എതിർക്കുന്ന പിണറായി വിജയൻ ആദ്യം വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിണറായി വിജയന്റെ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയ സമയത്ത് പിണറായി വിജയന്റെ വസതിയിൽ ചെന്ന് കാണുന്ന ഒരു വിഷ്വൽ പുറത്തു വന്നിരുന്നു. അതിൽ ആ കുട്ടിയോട്, അതായത് കൊച്ചുമകനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെ ആ സ്കൂളിന്റെ പേര് കുട്ടി പറയുന്നുണ്ട് CBSE സ്കൂളാണ്. പക്ഷെ ആ സ്കൂളും ഇതേ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ PM ശ്രീ അംഗീകരിച്ച സ്കൂളിലാണ് പിണറായി വിജയന്റെ കൊച്ചുമകൻ, അതായത് വീണ വിജയന്റെ മകൻ പഠിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആകാം ബിനോയ് വിശ്വന്റെ മക്കൾ പഠിക്കുന്നത് പോലെ തന്നെ ഇവർക്കൊക്കെ ആകാം. എന്നിട്ട് ഇത്തരത്തിൽ സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവരോട് വെക്കാനുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ശിവൻകുട്ടി എന്തിന് PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ VD സതീശൻ കാണിച്ചതുപോലെ ഒരു ധവളപത്രം ഇറക്കാനുള്ള ചങ്കൂറ്റം ഇവർ കാണിക്കുമോ? കേന്ദ്രം കഴിഞ്ഞ 5 വർഷക്കാലം, അതായത് ശിവൻകുട്ടിയുടെ കാലയളവിൽ മാത്രം നോക്കൂ, ആ സമയങ്ങളിൽ എത്ര രൂപ തന്നിട്ടുണ്ട്, എത്ര രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ധവളപത്രം കൂടി ഇറക്കിയിട്ട് കൃത്യമായ കണക്കുകൾ നിരത്തി ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പിട്ടത് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് വിശ്വാസം വന്നേക്കും. പക്ഷെ ഇതൊന്നുമില്ലാണ്ട് വെറുതെ ഒരു ഗിമ്മിക്ക് പോലെ എന്തിനോ വേണ്ടി അന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട്, അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് മലയാളികൾക്ക് അറിയാവുന്ന കാര്യമൊന്നുമല്ല, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലൈഫ് മിഷനും കാര്യങ്ങളും എല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഇങ്ങനെ കിടക്കുമ്പോൾ PM ശ്രീയിൽ ഒപ്പിടാൻ പറ്റാത്ത അവസ്ഥ വരും. അവരൊപ്പിട്ടു. പക്ഷെ അവർ പറയുന്നത് സ്വരാജ് പറഞ്ഞൊരു കാര്യം ട്രോളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായി. ഒപ്പിട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒപ്പിട്ടാൽ മാത്രമല്ലേ പിൻവലിയാൻ സാധിക്കുള്ളൂ, അതുകൊണ്ടാണ് ഒപ്പിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജനിച്ചാലല്ലേ എനിക്ക് മരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ വഴുവഴുപ്പൻ നിലപാടുകളൊക്കെ പലരും ഇപ്പൊ ന്യായീകരണങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതില് ചെറുപ്പത്തിലെ അവരെ പിടിക്കൂ എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ നിലപാട് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇന്ത്യക്കാരെ അവരുടെ കൾച്ചർ, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കരുത്. അത് പഠിപ്പിക്കുന്നത് മോശമാണ്. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, എനിക്കറിയുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേട്ടോ. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസ്റ്റ്
തത്വശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ അത്തരം ഫിലോസഫി ഉള്ള പുസ്തകങ്ങൾ മാത്രമേ ഇവർ വായിക്കുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അല്ലാതെ മറ്റേതെങ്കിലും പുസ്തകങ്ങൾ ഇവർക്ക് കൊടുത്താൽ പോലും ഇവർ വായിക്കില്ല. കാരണം ഇവർ ഭയമാണ്. അഥവാ ഞാൻ ആ പുസ്തകം വായിച്ചിട്ട് അത് ശരിയാണെന്ന് തോന്നി പോവുകയാണെങ്കിൽ ഇത് ഞാൻ തള്ളി പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് വായിക്കില്ല. മനഃപൂർവ്വമായിട്ട് പൊട്ടക്കിണറ്റിലെ കൂപം മണ്ടൂകമാകാനാണ് അവർക്ക് ഇഷ്ടം. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ ഈ ഭയത്തിൽ നിന്ന്, എന്താണ്, ഈ ബിനോയ് വിശ്വത്തിന്റെ ഈ നിലപാടൊക്കെ ഭയത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. കാരണം എവിടെയില്ല ഇപ്പം പാർട്ടി, പ്രത്യേകിച്ച് CPI ഒരു മനുഷ്യന് വേണ്ട, ഒരു മനുഷ്യന് വേണ്ടാത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് ആര്? ഈ ബിനോയ് വിശ്വം. ആ ബിനോയ് വിശ്വമാണ് ഈ നിലപാട് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് പറയുമ്പോൾ അർഹമായ അല്ലെങ്കിൽ അവജ്ഞയോട് കൂടിയിട്ട് ജനം അതിനെ തള്ളിക്കളയും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. കാരണം ഈ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നേ, പച്ചക്കള്ളം ഇയാളെ പോലുള്ള ആളുകളെ വിളിച്ച് പറയുകയാണ്. NEP എന്താണെന്ന് പോലും അറിയാണ്ടാണ് ഇത്തരത്തിലെ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ വെട്ടി വീഴ്ത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. NEPയെ കുറിച്ച് നിങ്ങൾക്ക് വിമർശിക്കാം. NEPയിൽ അതാണല്ലോ കൃത്യമായിട്ട് വീഡിയോ അതാണല്ലോ ചെയ്തത്. VD സതീശൻ ഒരു എന്താണ് നമ്മുടെ വിഷ്ണുനാഥിനെ അടക്കമുള്ള ഉപമന്ത്രിസഭ നിയോഗിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തും. അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരു കാര്യം എന്താണ്? സംസ്ഥാന സർക്കാരിന് കരിക്കുലം തീരുമാനിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്കൂളുകൾ, PM ശ്രീ സ്കൂളുകൾ തിരഞ്ഞെടുക്കാനും നമ്മൾക്ക് സാധിക്കും. ആ ഒരു വ്യവസ്ഥ മുമ്പോട്ട് വയ്ക്കും. അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ VD സതീശൻ പറഞ്ഞത്. ഇതാണ് കുറച്ചും കൂടി നല്ലതായ രീതിയിലുള്ളൊരു നിലപാട്. അല്ലാണ്ട് എന്തിനേയും ഏതിനേയും ഒരു കാര്യമില്ലാതെ എതിർക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ആധുനിക കാലത്തിന് ചേർന്നിട്ടില്ലാത്ത ഒരു നിലപാടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു യൂട്യൂബറാണ്. ആ യൂട്യൂബർ കുറേ വർഷങ്ങളായിട്ട് മോദിയെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യൂട്യൂബറാണ്. 24 മണിക്കൂർ നാഴികയ്ക്ക് 40 വട്ടവും മോഡിയെ ചീത്ത പറഞ്ഞെങ്കിൽ മാത്രമേ പുള്ളിക്ക് സുഖം കിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം പുള്ളി രംഗത്തെത്തിയിട്ട് പുള്ളി പറയുന്നത് എനിക്ക് മനോരോഗമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മോദി വിരുദ്ധത ഇന്ത്യക്കാർക്കുണ്ട്. അതായത് മോദി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നാൽ പിന്നെ ഒന്ന് വിമർശിച്ച് കളയാം എന്ന് പറയുന്ന, അത് പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പോയിന്റ് ഉണ്ടോ മെറിറ്റ് ഉണ്ടോ ഒന്നും നോക്കാതെ പറഞ്ഞത് മോദിയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞത് RSS ആണെങ്കിൽ എതിർത്തേക്കുക. നല്ലതാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് RSS ആണ്, അപ്പോൾ എതിർക്കുക. ഈ ഒരു മനോരോഗം എനിക്ക് കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് ആ മനോരോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് മാറ്റുകയാണ്. ഇനിയിപ്പം മോദിയോ RSSോ പറയുന്നത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. അത്തരത്തിലുള്ള വളരെ റാഷണൽ ആയിട്ടുള്ളൊരു നിലപാടാണ് ഞാൻ ഇനി സ്വീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. അപ്പം ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിനെ പോലുള്ള രാഷ്ട്രീയക്കാർ പുതിയ കാലത്തിനനുസരിച്ചിട്ട് ചിന്തിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. മക്കളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. മക്കളെ പുതിയ ആധുനികരാക്കിയിട്ട് വളർത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് കൊണ്ട് കുറേയധികം അടിമകളെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത്. ഇത് ഉറപ്പായിട്ടും ഗൗതം പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും റിലവന്റ് ആയിട്ട് വരുന്നത്. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ബിനോയ് വിശ്വം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, അച്ഛനാരാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കരുത്. അതെ, അച്ഛനാണെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബിനോയ് വിശ്വത്തിന് നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്റെ ഏറ്റവും വലിയ ഭയം. CPMന്റെ ഒക്കെ പ്രധാനപ്പെട്ടുള്ളൊരു ഭയം അതാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ സംഘികളായാൽ ഇവിടുത്തെ ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഇപ്പോഴും ഒരുപാട് പേര് സംഘികളൊന്നുമല്ല. ഒരുപാട് പേരെ സംഘികളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ CPM ആപ്പീസ് പൂട്ടേണ്ടി വരും. ആ ആപ്പീസ് പൂട്ടേണ്ടി വരും എന്ന ഭയം, ആ ഭയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രൂപപ്പെടുന്നത്. കാരണം ഇപ്പം തന്നെ കുറേ അധികം ഹിന്ദുക്കൾ RSSലും BJPയിലും ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇനിയും കുറേ ആളുകൾ കുറേ അധികം ഈഴവർ ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ CPMന് നിലനിൽപ്പുണ്ടാകില്ലെന്നേ. അപ്പോൾ പിന്നെ നിരന്തരമായിട്ട് RSSനെ ചീത്ത പറയേണ്ടി വരും. ഹിന്ദുക്കൾ അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചും അറിയാൻ പാടില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? കമ്മ്യൂണിസത്തിന് താല്പര്യം ഉണ്ടാവില്ല. ഹിന്ദുക്കൾ അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടും മതത്തെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് പഠിക്കാനും അറിയാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഏത് മദ്രസയിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യം. അപ്പോൾ അവരവരുടെ എക്സിസ്റ്റൻസ് നിലനിൽപ്പ് ആഗ്രഹിക്കുന്നുണ്ട്.
ആ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് RSSനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. പക്ഷെ ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങളെ അത്തരത്തിൽ തള്ളിക്കളയുക, ബിനോയ് വിശ്വത്തിന് വിലക്കടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തായാലും ഒരു ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് ആ വിത്ത് പാകിയിട്ടത് 2025 വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. സ്വരാജ് പറഞ്ഞതുപോലെ ഒപ്പിട്ടാലല്ലേ പിൻവലിക്കാൻ പറ്റുള്ളൂ. അവരത് വിത്ത് പാകിപ്പോയി, ഗർഭം ധരിച്ചുപോയി, അതിനെ പ്രസവിക്കുക അല്ലാണ്ട് മറ്റു വഴികളില്ല. അപ്പൊ അതിലേക്ക് വരുമ്പോൾ അതിന്റെ ശരി ഭാഗങ്ങൾ കാണാതെ ഇത്തരത്തിൽ വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തുന്നവരെ, ഇത്തരം വായാടികളും വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നവരെ കേട്ടില്ല എന്ന് വെക്കുന്നിടത്ത് ഈ പ്രശ്നം സോൾവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇതിനെ യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രസ്താവനകളിലൂടെ. പക്ഷെ അത് കിട്ടുമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും കിട്ടാൻ പോകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം പറഞ്ഞതുപോലെ മദ്രസകൾക്കെതിരെ വാ തുറക്കുകയില്ല. മതം എവിടെയും പഠിപ്പിക്കാം, അതിനെതിരായിട്ടല്ല ഞാനും സംസാരിക്കുന്നത്. ശരി, മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചോട്ടെ, നമുക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മതം പഠിപ്പിക്കുന്നതെന്നേ? ചെറുപ്പത്തിലെ അവരെ പിടിക്കൂ എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ നിലപാട്. ആരാണത് ചെറുപ്പത്തിലെ ഇവിടെ? ചെറുപ്പത്തിലെ ഞാനും ഒക്കെ ബാലസംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ബാലസംഘത്തിന്റെ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും ഇരിക്കുമ്പോൾ ബാലസംഘത്തിന്റെ ഞായറാഴ്ച ഒരു ദിവസമുള്ള മീറ്റിംഗ് ഭയങ്കര ആഘോഷമായിരുന്നു ഞങ്ങൾക്കത്. എനിക്ക് ആ സമയത്ത് അറിയില്ല ഇതൊരു പാർട്ടി പരിപാടിയാണെന്നോ. അതിനകത്ത് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചേട്ടന്മാരൊക്കെ SFIയുടെ ആൾക്കാരൊക്കെ ആയിട്ടുള്ളവർ അവരുടെ ഒരു പാർട്ടി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ പാർട്ടി മോശമാണെന്നും അല്ല പറയുന്നത്. അതിന്റെ ഒരുപാട് ചടങ്ങുകൾക്കും പാട്ടുപാടാനും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പാർട്ടിയാണ് എന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ നമ്മളെ ബാലസംഘം പ്രവർത്തകരാക്കി മാറ്റുകയാണ്. ഇതൊന്നും 10 വയസ്സൊക്കെയുള്ള സമയത്തായിരിക്കണം. ഇപ്പൊ ബാലസംഘത്തിന്റെ ലേബലിൽ വന്നിട്ട് ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി കാണിച്ചുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയറൂട്ടിയെ തന്നെ അവർ തിരുവനന്തപുരത്തിന് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഈ ചെറുപ്പത്തിലെ ആളെ പിടിച്ച് പാർട്ടിക്കാരിയാക്കുക എന്ന് പറയുമ്പോൾ ബാലസംഘം കൃത്യമായിട്ടും CPMന്റെ സംഘടന അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്നുള്ളത് ഉറപ്പാക്കുകയല്ലേ. ആര്യരാജേന്ദ്രൻ മേയറായപ്പോൾ അവർ ആദ്യം പറഞ്ഞത് എന്താണ്? ബാലസംഘത്തിന്റെ പ്രവർത്തന മികവിലൂടെ വളർന്നു വന്ന കുട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ബാലസംഘം ചെറുപ്പത്തിലെ തന്നെ 5, 6, 7 വയസ്സുള്ള കുട്ടികളാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ മുതലേ ഈ വേര് വെച്ച് കൊടുക്കുന്നത് ആരാണപ്പോ? അതായത് ബാലസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ച് അതിലൂടെ നേതൃപാഠവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 10ാം ക്ലാസ് ഒക്കെ ആവുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്നും ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് SFI ആവുന്നു. അത്തരത്തില് മൊത്തത്തില് ഒരു വാർത്തെടുക്കൽ, ഭാവിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വാർത്തെടുക്കൽ തന്നെയാണ് ബാലസംഘം എന്ന് പറയുന്ന സാധനം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ആരാണ് തുടക്കം കുറിക്കുന്നത്? അല്ലെങ്കിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ വേരിൽ വളം വെക്കുന്നത് അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പിടിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ മേയറായപ്പോ പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് മാത്രം മുന്നിലേക്ക്. അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വം പറയണം, ഞങ്ങൾ ഇനി മുതൽ ബാലസംഘം നടത്തില്ല, DYFIയോ SFIയോ നടത്തില്ല. ഇപ്പൊ SFIയില് ഭീഷണിപ്പെടുത്തിയിട്ട് SFIയുടെ കോളേജുകളിൽ ചേരുന്ന പല കുട്ടികളും ഭീഷണിപ്പെടുത്തിയിട്ട് മെമ്പർഷിപ്പ് എടുക്കേണ്ട ഗതി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലെ 10 പേരും SFI ആണ്. നിങ്ങൾക്ക് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഗതികേട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകും. അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, മറ്റു രീതിയിലുള്ള ഭീഷണികൾ, ഇതൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പിടിക്കുന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് സമൂഹത്തിന് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ RSSും പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീതിയാണ്. ഇവർക്ക് ചെറുപ്പത്തിൽ പിടിക്കാമെങ്കിൽ RSSനും ഇവിടെ ശാഖകൾ നടത്താം. RSSന്റെ ശാഖകളിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാം, ഒരു കുഴപ്പമില്ല. ഇവിടെ 24,000-ഓളം വരുന്ന മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നതിനാണോ പ്രശ്നം? ഇവിടെ എന്താണ്, ഹിറ്റ്ലറിന്റെ അതേ പദ്ധതി തന്നെയാണ് RSS നടപ്പിലാക്കുന്നതെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ അതാണോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ NEP എന്ന് പറയുന്ന NEP 2020 ഭാരതീയ ജ്ഞാന സമ്പ്രദായങ്ങളുടെ സംയോജനം എന്ന് പറഞ്ഞിട്ടൊരു ത്രിദിന സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ അതിൻ്റെ സമാപന ദിവസം ഈ മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റ് വീക്ഷണങ്ങളെ ഭാരതം തെറ്റായി കാണുന്നില്ല. മറ്റ് വീക്ഷണങ്ങളെ ഭാരതം തെറ്റായി കാണുന്നില്ല. സോവിയറ്റ് റഷ്യ മറ്റ് വീക്ഷണങ്ങളെ തെറ്റായി കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. സ്റ്റാലിൻ, ലെനിൻ മറ്റ് വീക്ഷണങ്ങളെ തെറ്റായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഗ്രേറ്റ് പർജൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. പലയധികം എഴുത്തുകാർക്കും ആർട്ടിസ്റ്റുകൾക്കൊക്കെ സോവിയറ്റ് റഷ്യയിൽ നിന്ന് പലായനം ചെയ്ത് ഓടേണ്ടി വന്നത് സ്റ്റാലിനെ ചീത്ത വിളിച്ചതുകൊണ്ടാണ്. അപ്പം ബിനോയ് വിശ്വത്തിന് ഇതൊന്നും പറയാൻ യാതൊരു അർഹതയുമില്ല എന്നുള്ളതാണ്. മറ്റു വീക്ഷണങ്ങളെ ഭാരതം തെറ്റായി കാണുന്നില്ല. എല്ലാവരും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നത്. അവയ്ക്ക് അതിൻ്റെതായ സാധുതയുണ്ട്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഭാരതീയ ദർശനം
ഇത്തരം എല്ലാ അനുഭവങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ അനുഭവങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്ത്യാനിയും സ്വാഗതം ചെയ്യുന്നു, മുസ്ലിമിനെയും സ്വാഗതം ചെയ്യുന്നു, അതുപോലെ തന്നെ വിവിധ കാഴ്ചപ്പാടുകളുള്ള വിശ്വാസങ്ങളുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. നാനാത്വത്തിൽ ഏകത്വം. അപ്പം ഈ എന്താണ് 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് നിങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതല്ല, ഏറ്റവും ഒടുവിൽ നിങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ നിലപാട് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കണക്കിലാക്കേണ്ട ഒരു സാധനം. ഇത് 2 ദിവസം മുമ്പ് RSSന്റെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. സത്യം എന്നത് ഏതെങ്കിലും ഒരു വീക്ഷണത്തിൽ മാത്രം ഒതുങ്ങാൻ കഴിയാത്തത്ര വിശാലമാണ്. അപ്പോൾ എന്താണ്, ജീസസ് ക്രൈസ്റ്റ് മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഹിന്ദുമതം മാത്രമാണ്, അല്ലെങ്കിൽ പരമശിവൻ മാത്രമാണ്, മഹാവിഷ്ണു മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സത്യത്തിലേക്കുള്ള വഴി തർക്കമല്ല, സംവാദമാണ്. ഇങ്ങനെയൊക്കെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ RSSന്റെ സർസംഘചാലകൻ. ആ RSSനെയാണ് ഹിറ്റ്ലറുമായിട്ട് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന തൻ്റെ പൊളിറ്റിക്കൽ ഒപ്പണൻസിനെയൊക്കെ കൊന്നു തള്ളിയ 6 മില്യണോളം വരുന്ന ജൂതന്മാരെയൊക്കെ കൊന്നു തള്ളിയ അത്തരത്തിൽ യാതൊരു അനുഭവമില്ലാത്ത RSSനെ ഹിറ്റ്ലറുമായിട്ട് ഈ വിഡ്ഢിയായിട്ടുള്ള ബിനോയ് വിശ്വം തുലനം ചെയ്തത്. ഇയാൾ ഒരു വെറും മൂന്നാംകിടയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്.